അപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് 100% പറ്റുന്നതായിരിക്കും. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ തകരാതെ ഇങ്ങനെ നിരന്തരം വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ അമ്പിയാണേ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എന്നോട് കുറച്ച് പേര് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ വീഡിയോസൊക്കെ എടുത്തിടുമ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും അധികം കാണാനൊന്നും കാണുകയില്ലായിരിക്കും. ഇപ്പോഴുള്ള നമ്മുടെ KL ബ്രോ അതുപോലുള്ള വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ആദ്യമൊക്കെ അവർ യൂട്യൂബ് ചെയ്തിരുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ അവർക്കും വ്യൂവേഴ്സും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ കുറവായിരുന്നു. അവരൊക്കെ തളരാതെ വീഡിയോ ഇട്ടത് കാരണമാണ് ഇന്ന് അവരൊക്കെ ഈ നിലയിലെത്തി നിൽക്കുന്നത്. നമ്മൾ വീഡിയോസൊക്കെ ആദ്യമായിട്ടിടുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക. പർട്ടിക്കുലർ സമയം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ ഇടാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് ഇടുന്നവരെ ഉച്ചയ്ക്ക് തന്നെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട് തന്നെ ഇടുക. എപ്പോഴും വീഡിയോ ഇടാനായിട്ട് പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ്. ഒരു 5 മണി കഴിഞ്ഞ സമയത്ത് അപ്പോഴായിരിക്കും ഈ ജോലിയൊക്കെ ഉള്ളവരാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് അവർ വരും. അങ്ങനെ ആകുമ്പോഴവർ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഫോണൊക്കെ ഓണാക്കി നോക്കും. അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കാണും. ഈ ഉച്ചയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്ത് അല്ല വീട്ടു ജോലി ചെയ്യുക അല്ലെ ജോലി ചെയ്യുന്നവരൊക്കെയാണ്, അവർക്കൊക്കെ കാണാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 5 മണി കഴിഞ്ഞ സമയത്ത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എന്നും വീഡിയോസ് ഇടുക. ഒരു ദിവസം പോലും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഒരു ദിവസം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കണം. കൂടുതലും നമുക്ക് ലോങ് വീഡിയോ ഇട്ടാലാണ് നമുക്ക് നല്ലത്. കാരണം നമുക്ക് ആദ്യമൊക്കെ ഇടുമ്പം നമുക്ക് വാച്ച് ടൈം വേണം. 1000 സബ് മതി നമുക്ക്. 4000 വാച്ച് ടൈം വേണം. ഇപ്പോഴും 4000 വാച്ച് ടൈം തന്നെയാണ്. ഇപ്പോഴും വെളി രാജ്യങ്ങളിലൊക്കെയാണ്, പുറം രാജ്യത്തൊക്കെയാണ് 4000 അല്ല 3000 വാച്ച് ടൈം. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും 4000 വാച്ച് ടൈമാണ്. 4000 വാച്ച് ടൈമാണ് നമുക്കിപ്പം ഇപ്പോഴും വേണ്ടത്. അത്രയും തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു 3 വീഡിയോ വൈറലാകണം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോഴേ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ നമുക്കൊരു പ്രയോജനമുണ്ട്. നമുക്ക് സബ് കൂട്ടാൻ പറ്റും, സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി കിട്ടും നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് വാച്ച് ടൈം കിട്ടുന്നത്. ഈ ഷോർട്ട് വീഡിയോയ്ക്ക് വാച്ച് ടൈം ഒന്നും കിട്ടാറില്ല. നമ്മൾ ലോങ് വീഡിയോ തന്നെ ഇടണം, വാച്ച് ടൈം നമുക്ക് കിട്ടണമെന്ന് വരില്ല. അത് ഒരു 8 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ്, 8 മിനിറ്റും അല്ലെ അതിൽ കൂടുതലുമാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ്. പിന്നെ എല്ലാവരും 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റൊക്കെ ചെയ്യുന്നവരുണ്ട്. 40 മിനിറ്റ് 1 മണിക്കൂർ വരെയും വീഡിയോ, 2 മണിക്കൂറൊക്കെ വീഡിയോ ലോങ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോഴേ നമ്മൾ വീഡിയോ ഇടുമ്പം എന്ത് കണ്ടൻ്റാണോ അതേപ്പറ്റി വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. നമുക്ക് കുക്കിംഗ് ചെയ്യാം, ട്രാവലിങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വീട്ടിലുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും, നല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നതും അല്ലെ അമ്പലത്തിൽ പോകുന്ന വീഡിയോ, പള്ളിയിൽ പോകുന്ന വീഡിയോ, അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം. ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. ലോങ് വീഡിയോ ആണ് എപ്പോഴും നല്ലത്. അത് ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ദിവസവും ഇടാൻ പറ്റിയ ദിവസവും ഇടുക. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് നമ്മൾ തപ്പിയെടുത്തിട്ട് എന്നും ഇടാൻ പറ്റുവാണെങ്കിൽ എന്നും ഇടുക. പിന്നെ എന്നും എന്ത് കണ്ടൻറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതിൽ. ഷോർട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ 1 മിനിറ്റത്തെ കാര്യമുള്ളൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാം. ലോങ് വീഡിയോസ് ഇടണം. എനിക്ക് ലോങ് വീഡിയോസ് ഇട്ടതിൽ കൂടെയാണ് എനിക്ക് വാച്ച് ടൈം ഉണ്ടായിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റുള്ള ഒരു വീഡിയോ എനിക്കുണ്ട്. 3 മിനിറ്റ് തികച്ചില്ല. ആ വീഡിയോ ആണ് കൂടുതലും എനിക്ക് വാച്ച് ടൈം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ വൈറലായിട്ടുണ്ട്. അതുപോലെ നല്ല ആൾക്കാരൊക്കെ ആദ്യമൊക്കെ കുറവായിരുന്നു. അത് കഴിഞ്ഞപ്പം നല്ലതായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങി. ഇപ്പം പിന്നെ വളരെ കുറവാണ് വീഡിയോ ഇടുന്നത്. നമ്മൾ നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കാണാനും ഒക്കെ ഒരു കോമഡി ഇതൊക്കെ ചേർത്ത് ഇടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ,
കോമഡി അല്പ സല്ലാപങ്ങളും ഒക്കെ ചേർത്തൊക്കെ വീഡിയോസ് ഇടുവാണെങ്കിൽ അതൊക്കെ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ തളരാതെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. ചിലർ ഓർക്കുമോ കുറച്ച് നാൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് സബ്ബും വാച്ചും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവർ നിർത്തി പോകാൻ തുടങ്ങും. ഞങ്ങളിതൊക്കെ ഇട്ടിട്ട് ഇത്രയും നാളായി, 2 വർഷമായി 3 വർഷമായി, ഞങ്ങൾക്കൊന്നും ആകുന്നില്ല, ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം സ്വാഭാവികമായി ആർക്കായാലും സങ്കടം ഉണ്ടാകും. അപ്പം നിങ്ങളാരും സങ്കടപ്പെടേണ്ട. ഒരു നാൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരും. പിന്നെ നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞ് അതിനകത്ത് ഡോളർ കയറി വരും. അപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പിന്നെ വ്യൂസ് ഉണ്ടെന്ന് വരികയും ഷോർട്ടാണെങ്കിൽ നമുക്ക് 0.65 0.54 0.58 അല്ലെ 0.90 അങ്ങനെയൊക്കെ $1 വളരെ, അല്ലെങ്കിൽ മില്യൺസും ലാക്സൊക്കെ നമുക്ക് കിട്ടണം, $1 കിട്ടണം. അതേ സമയത്ത് നമ്മളൊരു ഷോർട്ട് വീഡിയോസ് ഇടുക, ലോങ് വീഡിയോസ് ഇടുകയാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആൾക്കാരത് കാണുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഡോളർ കിട്ടും. അതേ സമയത്ത് ഒരു 10 മിനിറ്റ് ഒരു 11 മിനിറ്റ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവത്തിൽ നിന്ന് ഒരു 15,000 ആൾക്കാർ കണ്ടെങ്കിൽ നമുക്കൊരു $2 ആയിരിക്കും കിട്ടുന്നത്. അത് 11 മിനിറ്റിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ 11 മിനിറ്റിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ അതൊരു 15,000 പേര് കാണുകയാണെങ്കിൽ $2. പിന്നെ അത് റണ്ണിങ് ആയിരിക്കും, ഇങ്ങനെ ക്ലോക്ക് മാതിരി കാണിക്കും, അത് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് നമുക്കിങ്ങനെ ഡോളർ വന്നുകൊണ്ടിരിക്കും. ചില വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് ആൾക്കാർ കാണാനും കൂടി വേണം, ഇല്ലെങ്കിൽ ഒന്നും കിട്ടത്തൊന്നുമില്ല. ഇല്ലെങ്കിൽ $0.1 ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് 10 മാസമായപ്പം തന്നെ എനിക്ക് മോണിറ്റൈസേഷനായി. പക്ഷേ ഡോളറൊക്കെ വരണേ ഒരുപാട് താമസമാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ, ഏതെങ്കിലുമൊക്കെ വീഡിയോ നന്നായിട്ട് ക്ലിക്ക് കാണും, 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ നമ്മൾ ഇടുന്ന ലോങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നന്നായിട്ട് റവന്യൂ കിട്ടും. ഇല്ലെങ്കിൽ കണക്കാണ്. അപ്പം ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരൊന്നും തകരാതെ നിങ്ങൾ വീഡിയോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോസെങ്കിലും നിങ്ങൾ ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് യൂട്യൂബ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രയോജനമുണ്ട്. നമുക്ക് 5 പൈസയുടെ വരുമാനം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല കുക്കിങ്ങും അല്ലെങ്കിൽ നമ്മൾ നല്ല അറിവുകളൊക്കെ നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ പങ്കുവെക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. ഒന്നും അറിയാൻ മേലാത്ത ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒക്കെ ഒരു സ്ഥാനത്ത് എത്താൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായി വീഡിയോ ഇടുന്ന എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ തകരാതെ നിങ്ങൾ വീഡിയോ ഇട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.